UDF-ലേക്ക് വന്നിരിക്കുകയാണ്. നാദാപുരത്തും ലീഡ് UDF-നാണ്. മലപ്പുറം ജില്ലയിൽ എല്ലാ സീറ്റുകളിലും ഇപ്പോഴും ലീഡ് ചെയ്യുന്നത് UDF ആണ്. ഒരു സീറ്റിൽ പോലും LDF-ന് ലീഡില്ല. പൊന്നാനിയിൽ പോലും LDF-ന് ലീഡില്ല. ഉടുമ്പൻചോലയിൽ അത്ഭുതകരമായ കണക്ക് വരുന്നു. 1500 വോട്ടുകൾക്ക് സേനാപതി വേണു മുന്നിൽ. ഉടുമ്പൻചോലയിൽ 1500 വലിയ ട്രെൻഡിന്റെ സൂചനയാണെന്ന് തോന്നുന്നു. സേനാപതി വേണു വലിയ ലീഡിലേക്ക് പോകുന്നുവെങ്കിൽ അതൊരു ട്രെൻഡിന്റെ സൂചനയാണ് UDF-ന് അനുകൂലമായി. അത് EVM-ന്റെ കണക്കുകൾ കൂടിയാണ് പുറത്തു വരുന്നത്. അത് കൃത്യമായി പോസ്റ്റൽ വോട്ടുകൾക്കപ്പുറമുള്ള സൂചന. രമേശ് ചെന്നിത്തല 536 വോട്ടുകൾക്ക് മുന്നിൽ. രമേശ് ചെന്നിത്തല ഹരിപ്പാട്ട് 536 വോട്ടുകൾക്ക് മുന്നിൽ. കുഞ്ഞാലിക്കുട്ടിയുടെ ലീഡ് 343. രമേശ് ചെന്നിത്തല കംഫർട്ടബിൾ ഒരു ലീഡിലേക്ക് പോകുന്നു 536 വോട്ടുകൾക്ക് മുന്നിൽ. TV ഇബ്രാഹിം 96. പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ പിന്നിൽ. പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ വീണ്ടും പിന്നിലായിരിക്കുന്നു. ജ്യോതികുമാർ ചാമക്കാലം മുന്നിൽ. രാജേന്ദ്രൻ ലീഡ് 144 ചാത്തന്നൂരിൽ രാജേന്ദ്രൻ ലീഡ് 143. KM ഷാജിയുടെ ലീഡ് 163 കുതിക്കുന്നു. KM ഷാജി 163. വേങ്ങരയിൽ KM ഷാജിയും തുടക്കത്തിൽ പുറകിലായിരുന്നു. ചെന്നിത്തലയുടെ ലീഡ് 800 കടന്നിരിക്കുന്നു. രമേശ് ചെന്നിത്തലയുടെ ലീഡ് 800 കടന്നിരിക്കുന്നു. വണ്ടൂരിൽ AP അനിൽകുമാർ 186 വോട്ടുകൾക്ക് മുന്നിൽ. രാജൻ പല്ലൻ ലീഡ് 450 തൃശൂരിൽ. രാജൻ പല്ലൻ ഒരു കംഫർട്ടബിൾ രീതിയിലേക്ക് മാറുകയാണോ എന്ന് സംശയിക്കണം. വടക്കാഞ്ചേരിയിൽ സേവ്യർ ചിറ്റിലപ്പള്ളി 200. ബാലുശ്ശേരിയിൽ പോലും UDF-ന് ലീഡ് നേടാൻ കഴിഞ്ഞു. ബാലുശ്ശേരിയിൽ സൂരജാന് മുന്നിൽ. സച്ചിൻ ദേവ് പിന്നിലാണ് ബാലുശ്ശേരിയിൽ. സംസ്ഥാനത്തെ പോരാട്ട ചിത്രം അതാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ട ചിത്രം തന്നെയാണ്. കഴക്കൂട്ടത്ത് കടകംപള്ളി ലീഡ് ഉയർത്തി 164. കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ ലീഡ് 164 കുതിച്ചെത്തിയിരിക്കുന്നു. ഇരിക്കൂരിൽ സജീവ് ജോസഫ് 1027. UDF-ന്റെ കോട്ടയായ ഇരിക്കൂരിൽ സജീവ് ജോസഫ് ലീഡ്. UDF 62, NDA 2 എന്നതാണ് ഇപ്പോഴത്തെ നില. ഇത് പോസ്റ്റൽ ബാലറ്റുകളെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. EVM മെഷീനിലെ റിസൾട്ട് വന്നു തുടങ്ങുന്നതാണ്. ഈ നിലയ്ക്ക് മാറ്റം വരുമോ എന്നുള്ളതാണ് സജിത്ത് മഞ്ജുഷ. വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ UDF ലീഡ് ഉയർത്തിയ പല സ്ഥലങ്ങളിലും എറണാകുളത്തായാലും ഇടുക്കിയിലായാലും ഒക്കെ 2000-ന് മുകളിലൊക്കെ ലീഡ് കടന്ന ഇപ്പോൾ തന്നെ കടന്ന പല നമ്മൾ പോസ്റ്റൽ ബാലറ്റിന്റെ കാര്യം പറയണ്ട. പോസ്റ്റൽ ബാലറ്റിന്റെ സമയം കഴിഞ്ഞു. EVM തന്നെയാണ്. EVM-ന്റെ കണക്കുകളാണ് വരുന്നത്. UDF-ന് ഒരു എഡ്ജിലേക്ക് വരാൻ സാധിക്കുന്നതും EVM-കളുടെ കണക്കുകൾ വന്നതോടുകൂടിയാണ്. 63, 62. അതിൽ ഉടുമ്പൻചോലയിലേതൊക്കെ ഒരു ട്രെൻഡിന്റെ രൂപത്തിലേക്ക് വരുന്നു. ബാലുശ്ശേരിയിൽ പോലും UDF-ന് മുന്നിട്ട് നിൽക്കാൻ കഴിയുന്നു. 63, 62 എന്നതാണ് കണക്ക് വന്നിരിക്കുന്നത്. മുഹമ്മദ് റിയാസ് 212 വോട്ടുകൾക്ക് മുന്നിൽ. തൃക്കരിപ്പൂരിൽ VPP മുസ്തഫ 214 വോട്ടുകൾക്ക് മുന്നിൽ. ബേപ്പൂരിൽ മുന്നിലാണ്. ചേലക്കരയിൽ UR പ്രദീപ് 172 വോട്ടുകൾക്ക് മുന്നിൽ എന്ന കണക്ക് കൂടി പുറത്തു വരുന്നു. ബേപ്പൂരിൽ വലിയ പോരാട്ടം നടന്നെടുത്ത റിയാസ് മുന്നിൽ. 211 വോട്ടിന് മുന്നിൽ. വാമനപുരത്ത് DK മുരളി 108 തന്റെ ഭൂരിപക്ഷം ഉയർത്തിയിരിക്കുന്നു. വാമനപുരത്ത് 108 വോട്ടുകൾക്ക് മുന്നിൽ. ബിന്ദു കൃഷ്ണ മുന്നിൽ കയറി കൊല്ലത്ത്. ബിന്ദു കൃഷ്ണ വീണ്ടും മുന്നിൽ 174 വോട്ടുകൾക്ക്. ബിന്ദു കൃഷ്ണ മുന്നിൽ. മങ്കടയിൽ പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ ആദ്യ റൗണ്ടിൽ മുന്നേറ്റം. ഫാത്തിമ തഹ്ലിയ 380 വോട്ടുകൾക്ക്. പേരാമ്പ്രയിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമോ? ഫാത്തിമ തഹ്ലിയ 380 വോട്ടുകൾക്ക്. കുണ്ട്രയിൽ PC വിശ്വനാഥ് 94 വോട്ടുകൾക്ക്. ഏറനാട് PK ബഷീർ 225 വോട്ടുകൾക്ക്. ആറന്മുളയിൽ അബിൻ വർക്കി 260 വോട്ടുകൾക്ക്. കോന്നിയിൽ സതീഷ് കൊച്ചുപറമ്പിൽ 52 വോട്ടുകൾ. കോന്നിയിൽ UDF ലീഡ് തിരിച്ചുപിടിക്കുന്നു. സതീഷ് കൊച്ചുപറമ്പിൽ 52 വോട്ടുകൾക്ക് മുന്നിൽ എന്ന വളരെ പ്രധാനപ്പെട്ട കണക്ക്. ഇരിങ്ങാലക്കുടയിൽ R ബിന്ദു പിന്നിൽ. തോമസ് ഇരിങ്ങാലക്കുടയിൽ 273 വോട്ടുകൾക്ക്. ഇതിപ്പോൾ UDF-ന് അനുകൂലമായ ഒന്ന് തന്നെയാണ്. 65 സീറ്റുകളിൽ ലീഡ് UDF-നുണ്ട്. 62 LDF-ന് ഇപ്പോൾ വരുന്ന കണക്കുകളിൽ UDF സീറ്റുകളിലേക്ക് ലീഡ് വരികയാണ് അല്ലേ? ചടയമംഗൽ ചിഞ്ചുറാണി പിന്നിൽ. ചടയമംഗലത്തെ 16 വോട്ടുകൾക്ക് പിന്നിൽ. ലീഡ് 650 വോട്ടായി ഉയരുന്നു. വേങ്ങരയിൽ KM ഷാജി 286 വോട്ടായി ലീഡ് ഉയർത്തുന്നു. തിരുവനന്തപുരം സെൻട്രലിൽ CP ജോൺ 368 വോട്ടുകൾക്ക് മുന്നിൽ. തിരുവനന്തപുരം സെൻട്രലിൽ CP ജോൺ 368 വോട്ടുകൾക്ക് മുന്നിൽ. കൊട്ടാരക്കരയിൽ KN ബാലഗോപാൽ ലീഡ് നിലനിർത്തുന്നു 210. ചവറയിൽ ഷിബു ബേബിജോൺ 68 വോട്ടുകൾക്ക് മുന്നിൽ. കുന്നത്തൂരിൽ ഉല്ലാസ് കോവൂർ 18 വോട്ടുകൾക്ക് മുന്നിൽ. കുന്നത്തൂരൊക്കെ UDF തിരിച്ചു പിടിക്കുമെന്ന് കരുതുന്ന മണ്ഡലമാണ്. അവിടെ 18 വോട്ടുകൾക്ക് മുന്നിൽ. ഇനി അങ്ങോട്ടുള്ള അപ്ഡേഷനുകൾ സംസ്ഥാനത്തെ ഒരു ഫല സൂചനകളായി മാറുന്നു എന്നതാണ് സാഹചര്യം. കാരണം കൗണ്ടിംഗ് പുരോഗമിക്കുകയാണ്. മണ്ഡലത്തിലെ കൂടുതൽ ഇടങ്ങളിലേക്കുള്ള കൗണ്ടിംഗ് അപ്ഡേറ്റുകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഫല സൂചനകൾ വരുന്ന മിനിറ്റുകളിൽ ഉണ്ടാകുന്ന അപ്ഡേറ്റുകൾ ഫല സൂചനകൾ തന്നെ.
അതെ, 71ലേക്ക് വരുമോ? ആരാണ് ആദ്യം 71ലേക്ക് വരുന്നത്? UDF 65 ആയി കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ വരുന്ന കണക്കുകൾ UDFന് അനുകൂലമായിട്ട് തന്നെയാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും 71ലേക്ക് ആദ്യം പോകുന്നത് UDF ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അശ്വിനിയുടെ ലീഡ് 187 ആയി. അശ്വിനി കാസർഗോഡ് അശ്വിനിയുടെ ലീഡ് 187ലേക്ക് കടക്കുന്നു. വർക്കലയിൽ ബി ജോയുടെ ലീഡ് 461ലേക്ക് എത്തുന്നു. വർക്കലയിൽ ബി ജോയി 461 ലീഡ് ക്രമാനുഗതമായി ഉയർത്തുന്നു. അശ്വിനിയുടെ ലീഡിൽ അല്പം വ്യത്യാസം, അല്പം ഒരു വർധനവുണ്ട്. രമ്യ ഹരിദാസ് ചിറയൻകീഴിൽ 215 വോട്ടുകൾക്ക് മുന്നിൽ. നേരത്തെ മഞ്ജുഷും സാഹിത്യം പറഞ്ഞ പോലെ UDF സ്ഥാനാർത്ഥികളുടെ ലീഡ് പല സ്ഥലങ്ങളിലും വർദ്ധിക്കുന്നുണ്ട്. പുനലൂരിൽ അജയപ്രസാദ് 274 വോട്ടുകൾക്ക് ഇപ്പോൾ മുന്നിലാണ് എന്ന കണക്ക് കൂടി പുറത്തു വരുന്നുണ്ട്. ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കടക്കുന്നു. വാമനപുരത്ത് DK മുരളി 236 വോട്ട്, ഇടത് കോട്ടയായ വാമനപുരത്ത് 236 വോട്ടുകൾക്ക് DK മുരളി മുന്നിൽ എന്ന പ്രധാനപ്പെട്ട കണക്ക് കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പാറശാലയിൽ നെയ്യാറ്റിൻകര സനൽ 41 വോട്ടുകൾക്ക് മുന്നിൽ. പാറശാല LDFന്റെ പക്കലായിരുന്നു, ഇത്തവണ 41 വോട്ടുകൾക്ക് മുന്നിൽ. CP ജോൺ ലീഡ് ഉയർത്തുന്നു, 308 വോട്ടിലേക്ക് ലീഡ് ഉയർത്തുകയാണ്. പത്തനാപുരത്ത് കനത്ത പോരാട്ടം നടക്കുന്നു. അവിടെ ഇപ്പോൾ ലീഡ് മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടി 928 വോട്ട്. കുഞ്ഞാലിക്കുട്ടിയുടെ ലീഡ് നില 1000ലേക്ക് വരുന്നു. പിണറായി വിജയൻ ലീഡ് 1000 കടത്തി എന്നുള്ള വിവരങ്ങൾ കൂടിയുണ്ട്. ഒപ്പം വർക്കലയിൽ ബി ജോയി ക്രമാനുഗതമായി ലീഡ് ഉയർത്തുന്ന. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.